എന്റെ കുഞ്ഞാടുകളെ അച്ഛനെ കളിയാക്കുന്നോടാ? എന്റെ പൊന്നച്ചോ, അത് കളിയാക്കിയതല്ല, അപ്പുറത്ത് കെട്ടിയിട്ട് ആട് കറങ്ങുക. ഓ, അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എത്തിയിരിക്കുകയാണ്. എല്ലാ വർഷത്തെ പോലെ ഈ വർഷവും നമ്മുടെ ഇടവകയിൽ നിന്നും കരോൾ നേരത്തെ പോണം. പോയ വർഷം ലേറ്റായി പോയത് കൊണ്ട് എന്താണ് സംഭവിച്ചത് നിങ്ങൾക്ക് എല്ലാം അറിയാമല്ലോ. ബിരിയാണി കിട്ടിയില്ല അച്ഛാ. നീ ബിരിയാണി തന്നെ നിക്കടാ. നമ്മളുടെ കളക്ഷൻ കുറഞ്ഞ് കാരണം അറിയാവോ? നമ്മൾ ലേറ്റായി പോയത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ വർഷം നമ്മൾ നേരത്തെ പോണം, മനസ്സിലായ? ചോയ്, ഈ പ്രാവശ്യം സാന്ത ആരായിരിക്കും വെച്ചാ? വേറെ ആര്? എല്ലാ പ്രാവശ്യത്തെ പോലെ ഞാൻ തന്നെയാണ് സാന്താക്ലോസ്. ഓ, ഇതിന് മാറ്റമില്ലല്ലോ. കപ്പിയാരെ, തല ഇരിക്കുമ്പോ വാലാടണ്ട കേട്ടോ. തോമസേ, എല്ലാ പ്രാവശ്യത്തെ പോലെ നീ ആയിരിക്കണം ഡ്രമ്മർ. ശരി അച്ഛോ. അച്ഛോയ്, നമുക്ക് ഈ പ്രാവശ്യം അൽഫാം മേടിച്ചെന്നാലേ ഞാനുള്ളൂ. അപ്പൊ ഞാനും വെച്ചാ. അപ്പോ കരോൾ കുളമാക്കാനുള്ള തീരുമാനമാണ് കപ്പിയാരുടെ. ചോ, അപ്പൊ നമ്മൾ രണ്ടുപേരും പോയാ കരോള് നടക്കു വെച്ചാ? ഇല്ല. ശരി, അൽഫാം വാങ്ങി അൽഫാം. പക്ഷേ ഈ പ്രാവശ്യത്തെ കളക്ഷനിൽ ചർച്ചിൽ എടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്കുള്ളൂ, മനസ്സിലായ? അപ്പോ എല്ലാരും രാത്രി 8 മണിക്ക് റെഡി ആയിരിക്കണം. ഓക്കെ? അൽഫാം എന്ന് പറഞ്ഞപ്പോ അവന്മാരുടെ ഒക്കെ ഉഷാറ് കണ്ടില്ലേ? ഓക്കെ 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 എല്ലാരും കേക്ക് കഴിച്ചിട്ട് പോയാൽ കേട്ടോ. ദേ അകത്ത് കേക്ക് മുറിച്ച് വെച്ചിട്ടുണ്ട്. നിക്കേ. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. അവിടെ പോണു. ഞാനിപ്പോ വരാം. കേക്ക് കഴിക്കണില്ല? ഇപ്പൊ വരാം. എന്താ മുറ്റത്തൊരു സൗണ്ട് കേൾക്കണം? നീ വല്ല കുറുവാക്കള്ളന്മാരാണ്. അയ്യോ ചേട്ടാ കുറുവാക്കള്ളൻ, അയ്യോ ചേട്ടാ കുറുവാക്കള്ളൻ. എവിടാ വീടാവനാ? കുറുവാക്കളിൽ എന്റെ വീട്ടില. ഇന്നെ ശരിയാക്കൂടാ. എവിടെ കുറുവാക്കളിൽ? നാളെ കൊടുത്തിട്ട് അയ്യോ അമ്മ, കാപ്പാത്ത് കാപ്പാത്ത്. അയ്യോ ഇതേ നമുക്ക് ചാനൽ വിളിച്ച് പറയാം. ഇതൊരു വൈറൽ ന്യൂസാണ്. ഹലോ, മനോരമ ചാനലല്ലേ? അത് നിങ്ങൾക്കൊരു ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ട്. ഇവിടെ ഒരു കുറുവാക്കളിനെ പിടിച്ചിരിക്കുകയാണ്. അതെ, കുറുവാക്കളിനെ. ഇല്ലല്ല, വീഡിയോ എടുത്തിട്ടില്ല. ഇപ്പൊ തന്നെ എടുത്ത് അയച്ചുതരാം. ഇത് അരൂർ അടുത്തുള്ള അരൂര്. ഓക്കെ, വേഗം വരും. താങ്ക് യു. ഓക്കെ കബീറെ, ഒരു വീഡിയോ എടുത്തേ. ചാനൽ കൊടുക്കണം കേട്ടോ. നല്ല ക്ലാരിറ്റി ആയിട്ട് എടുക്കണം. ബ്രേക്കിംഗ് ന്യൂസാ. ഓക്കെ. എല്ലാവരും അടുത്തേന്ന് കുറച്ചടുത്തേക്ക് അങ്ങനെ തന്നെ. ചേട്ടാ, അവന്റെ മോന്ന് പോക്കിയാക്കളന്റെ അവന് ഇത്ര നാണേന. അവന്റെ മോന്ന് പോക്കിയ ഇത്ര നാണിക്കണെന്തിനാ? പോക്ക് എടാ മോമക്കളാ, എടാ കക്കമ്മക്ക് നാണൊന്നുമില്ലടാ. മോൻ കാണിക്കണില്ല. എടാ കുറുവാക്കളെ മോൻ കാണിക്ക. ഈ മുഖം എവിടെ കൊണ്ട് പരിചയമുണ്ട്? ഇത് നമ്മുടെ സാന്താക്ലോസ് അല്ലേ? അയ്യോ, നമ്മുടെ സാന്റയ്ക്ക് ഇത് എന്ത് പറ്റി? എടാ, സാന്ദ്ര ഡ്രസ്സിട്ടപ്പോ തന്നെ ദേഹം മൊത്തം കടിക്കാൻ തുടങ്ങി. നോക്കിയപ്പോ എന്താ ഒരേ ഉറുമ്പ്. ആ ഉറുമ്പിനൊന്ന് കുടഞ്ഞു കളയാൻ ആ വീടിന്റെ പുറകിൽ പോയിട്ട് ഒന്ന് കുടഞ്ഞതേ ഉള്ളു. പിന്നെ ഒന്നും പറയണ്ട, ഇടിയായി അടിയായി കുറുവേ പരുവത്തിലായി. ഫാദറൊന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഉണർന്നേനെ. അതിന് നീയൊക്കെ എവിടെയാടാ എനിക്ക് കരയാനുള്ള അവസരം തന്നത്? അല്ല, സാന്താന്റെ ഇടക്ക് തമിഴ് പറഞ്ഞല്ല, അതല്ലേ ഞങ്ങള് കുറുവേന്നും പറഞ്ഞ് സാന്താനെ ഇടിച്ചത്. എടാ, തമിഴ്നാട്ടിൽ പഠിച്ചു വളർന്നോണ്ട് ഇടി കിട്ടിയപ്പോ അറിയാതെ തമിഴ് വന്നുപോയി. ഹലോ, മനോരമ ചാനലല്ലേ? ഞാൻ കുറച്ചു മുമ്പ് വിളിച്ചു പറഞ്ഞല്ലേ കുറുവാക്കളുടെ കാര്യം? അതെ, കുറുവാക്കളല്ലായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാളായിരുന്നു. വരണ്ട കേട്ടാ. ഓക്കെ.
ആളെ പറ്റത്ത് കേൾക്കുമ്പോ കയറെടുക്കുന്ന ആൾക്കാരോട് ഞാൻ എന്നാ പറയാനാ. അപ്പോൾ ഈ വർഷത്തെ കാരോൽ ഇവിടെ തന്നെ നിർത്താം അല്ലേ സാന്റ? വേണ്ട വേണ്ട വേണ്ട, മാക്സിമം എത്ര കളക്ഷൻ ചെയ്യാൻ പറ്റും അത്രയും കളക്ഷൻ ചെയ്യണം. ആ നേരാ, അൽഫാം വാങ്ങണ്ടേ? പിന്നെ അൽഫാം, അപ്പൊ കുഴിമന്തി ആയിരിക്കും. അവന്റെ ഒരു കുഴിമന്തി, അപ്പൊ ബിരിയാണി. പിന്നെ ബിരിയാണി. അപ്പൊ ഈ കളക്ഷൻ കിട്ടിയ പൈസക്ക് എന്ത് ചെയ്യാനാ? എടാ നിങ്ങളെല്ലാം ചേർന്ന് ഇടിച്ചോടിച്ച ഈ മുതുകില്ലേ, അവിടെ ഒരു വർഷത്തേക്ക് തേക്കാനുള്ള കുഴമ്പ് വാങ്ങാനാടാ. എല്ലാവർക്കും Sorry, it's DJ.